റബ്ബുക, നിന്റെ റബ്ബാണ്. വമൻ നബിയുക, നിന്റെ നബിയാണ്. വമാ ദീനുക, നിന്റെ ദീനുണ്ട്. വമാ ഇമാമുക, നിന്റെ ഗ്രന്ഥമുണ്ട്. അങ്ങനെ തുടങ്ങി കുറച്ച് ചോദ്യങ്ങളുണ്ട്. വമൻ ഇഖ്വാനുക, അങ്ങനെ കുറച്ച് ചോദിക്കുന്ന കൂട്ടത്തിൽ ഇമാമുക, നിന്റെ ഇമാം എന്തെന്ന് ചോദിക്കുന്നു. ഇമാം എന്തെന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നിന്റെ ഗ്രന്ഥം എന്ത്? അവിടെ ഇമാമിന്റെ അർത്ഥം ഇമാമൊന്നുമല്ല, നിന്റെ ഗ്രന്ഥം. ഈ ഇമാമിൻ മുബീനെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ആ ഇമാമിന്റെ അർത്ഥമാണ് നിന്റെ ഇമാമ്, നിന്റെ ഗ്രന്ഥമുണ്ട്. അപ്പൊ അല്ലാഹു റബ്ബി മുഹമ്മദ് നബിയ്യി വൽ ഖുർആനി ഇമാമി എന്ന് മറുപടി കൊടുക്കണമെങ്കിൽ ഇമാമിന്റെ ഈ ഇമാമിനെ പഠിച്ചിരിക്കണം. ഇതാണ് നമുക്കുണ്ട്. സഹോദരന്മാരെ, വസ്തുവല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യൻ ദുന്യാവിന് വിലയുണ്ട്, ആഖിറത്തിന് വിലയുണ്ട്. ദുന്യാവിന് മോശമാണെങ്കിൽ ദുന്യാവിന് മോശം തന്നെ, ആഖിറത്തിന് മോശം തന്നെ. ഇനി അവിടെ നിന്ന് കഴിഞ്ഞു മനുഷ്യൻ ചെന്ന് കഴിയുമ്പോഴേ നമ്മുടെ പ്രവാചക പ്രമുഖരായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നു ഖുർആനിൽ വിദ്യാർത്ഥികളാണ്, അതൊക്കെ പഠിക്കണേ. وقال الرسول يا ربي إنها يا ربي إن قوم اتخذوا هذا القرآن مهجورا. സഹോദരന്മാരെ, മനുഷ്യൻ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു وقال الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. റബ്ബേ, എന്റെ നാഥ, എന്റെ കൗമ ഈ പരിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചു കളഞ്ഞ നബിയെ അല്ലാഹുവേ എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ മനുഷ്യർ ദുനിയാവിലും ഖുർആൻ ആവശ്യമാണ്, ഖബറിലും ആവശ്യമാണ്, മനുഷ്യരെല്ലാം ആവശ്യമാണ്. അങ്ങനത്തെ പരിശുദ്ധ ഖുർആൻ നമുക്കിന്ന് ആര് പഠിപ്പിക്കാനും സാധിച്ച അവസ്ഥയിലായിരിക്കും. ഇപ്പൊ ഏതാണെങ്കിലും ഈ നാട്ടുകാർ പരിശുദ്ധ ഖുർആനിന്റെ ഒരു മത്സരവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അവരുടെ ഈമാനിയായ ഒരു ഘടകം മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അല്ലാഹു തആല അവർക്ക് തക്ക പ്രതിഫലത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഈ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഈ നാടിന് സഹായത്തെ അവന്റെ പൊരുത്തപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അത് വലിയ കാര്യമാണ്. അത് വിശദീകരിക്കാൻ ശ്രമിക്കാത്തവർക്ക് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതാണെങ്കിലും ചെറിയ വിജയമല്ല, വലിയ ഒരു മത്സരം വെച്ചു. ആ മത്സരം എന്ന് പറയുന്നത് ചെറുതല്ല. ആ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത് വലിയ രസമാണത്. ഖുർആൻ ഒന്ന് കേട്ടാൽ എന്താ പറയുക? ഖുർആൻ പറയുന്നതാണല്ലോ, ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കാതോർത്തിരിക്കണം. സഹോദരന്മാരെ, ഞാൻ ഖുർആൻ ഓതുകയാണെങ്കിൽ ഈ ആളുകളിൽ നിന്ന് ഒറ്റപ്പെടുന്നിടത്തിൽ പോയി ഖുർആൻ ഓതാൻ പാടില്ല. കാരണം അവരുടെ ശ്രദ്ധ വേറെന്നായിരിക്കും. അങ്ങനെ വേറെ ശ്രദ്ധയിൽപ്പെടുന്നവരുടെ അടുത്ത് വെച്ചിട്ട് ഖുർആൻ ഓതിയാൽ ആ ഓതുന്നയാളെ തെറ്റിയാൽ കേൾക്കുന്ന വേണ്ടിയിട്ട് അവരൊക്കെ ഭാഗ്യത്തിൽ ഓതണം. അല്ലെങ്കിൽ ആരെങ്കിലും ഖുർആൻ ഓത് കേട്ടാൽ ആ ഖുർആനാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കേൾക്കാൻ വേണം. അവിടെ ഏതെങ്കിലും ഒരു കവി പാട്ടുപാട്ട് കേട്ടാൽ അതിനുവേണ്ടി ഖുർആൻ ഓത് കേൾക്കാനുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ നാളെ ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ എന്ത് മറുപടി പറയേണ്ടി വരും? സഹോദരന്മാരെ, അതുകൊണ്ട് ഖുർആൻ ജോലിയാണ്. ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. നമ്മുടെ വീടുകളിൽ ഖുർആന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കണം. അവരുടെ നമ്മുടെ ടിവി വെച്ചിട്ട് അങ്ങോട്ട് ഓഫാക്കി വെക്കണം. വാർത്തകൾ അറിയാൻ പറ്റുന്നതല്ല പറഞ്ഞാൽ ദീന കഴിഞ്ഞിട്ട് വായിക്കുന്നതെല്ലാം ദീന കഴിഞ്ഞിട്ടാണ്. ദീന്റെ സംശയത്തിനൊന്നും കിട്ടിയാൽ പാടില്ല. ഖുർആൻ തന്നെ അതിനാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം, നമ്മൾ പഠിപ്പിക്കണം, നമ്മൾ ഓതണം, നമ്മൾ ഓതി പഠിക്കണം. വിദ്യാർത്ഥി നമുക്ക് വർഗത്ത് ആഹ്ലത്തിൽ നമുക്ക് വിജയം, ആഹ്ലത്തിൽ നമുക്ക് വിജയം. നമ്മൾ ആഹ്ലത്തിൽ വിശ്വസിക്കുന്നവരാണ്. മരണപ്പെട്ട് ഭയത്തിൽ വിശ്വസിക്കുന്നവരല്ല. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരു ദിവസത്തിൽ രണ്ടാമത് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്ന നല്ലൊരു സംഭവമാണ്. നല്ല സംഭവം മുമ്പിലും പോലെ സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ വിശ്വസിക്കുന്ന നമ്മൾ എന്ത് വേണം? പരിശുദ്ധ ഖുർആൻ ശരിക്കും എല്ലാ ഭാഗത്തും പഠിച്ചിരിക്കണം, പഠിപ്പിച്ചിരിക്കണം.
അച്ഛനത്തിൽ കൂടിയാലും വേണ്ടിയില്ല, മറ്റേത് വിധത്തിൽ കൂടിയാലും വേണ്ടിയില്ല. അങ്ങനെ ഖുർആനിന്റെ കാര്യം ഇതിനെ ഒരുപാടുണ്ട്, ഒരുപാട് വിഷയമുണ്ട്. ഓരോ അക്ഷരത്തെ പറ്റി പറയാനുണ്ട്, ഖുർആനിന്റെ ഓരോ അക്ഷരത്തെ പറ്റി പറയാനുണ്ട്. ഓരോ അക്ഷരം ഇതിനെ പറഞ്ഞു ഒരു അക്ഷരം ഖുർആനിൽ പോയി കഴിഞ്ഞാൽ 10 ഹസനത്തുണ്ടോ? ഖുർആനിന്റെ ഒരു അക്ഷരം പോയി 10 ഹസനത്ത്. എന്നിട്ട് നബികൾ എടുത്ത് പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ എന്നാണ്. ഞാൻ ഖുർആനിന്റെ ഒരു അക്ഷരം ഓതിക്കഴിഞ്ഞാൽ ആ ഒരു അക്ഷരത്തിന്റെ പേരിൽ 10 ഹസനത്തുണ്ട്. എന്നിട്ട് നബികൾ എടുത്തു പറഞ്ഞു, പറഞ്ഞു, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഈ മൂന്ന് കൂടി ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. ബൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നബികൾ പറഞ്ഞു അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഈ പറഞ്ഞതിന്റെ സാധ്യം അലിഫ് ലാം മീം എന്നൊരാൾ ഓതി കഴിയുമ്പോൾ അയാളുടെ ഏറ്റിൽ 30 ഹസനത്ത് പതിഞ്ഞു എന്നാണ് അർത്ഥം. അത്ര വലുതാണ് പരിശുദ്ധ ഖുർആൻ. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പറയാൻ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അല്ലാഹു തആല നമുക്ക് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച് നബിയുടെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള മഹാഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇബ്രാഹിം മുസ്ലിയാരെ സംബന്ധിച്ചാണ്. ഇബ്രാഹിം മുസ്ലിയാരെ അദ്ദേഹം ഞാൻ ഒരിക്കൽ മക്കത്തായിരിക്കുമ്പോൾ ഒരു കത്തയച്ചു. എന്താണ് ആ കത്തിലുള്ള വിഷയം? ഇവിടെ മൂസ ഉസ്താദ് ദർസ് നിർത്തി അദ്ദേഹം വീട്ടിലായി. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ആ കത്തിൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ മറുപടി വരാം. ഈ കത്തിന് അന്ന് കത്തേ ഉള്ളൂ, കത്തിന് മറുപടി അയച്ചു. അയാൾക്ക് അങ്ങനെ തന്നെ കാത്തു. ഞാൻ വന്നു കാതർപ്പള്ളിയിലേക്ക് ദർശനമായിട്ട് പോയി ചുരുക്കി പറയും. ഞാൻ പറയുക ഒന്ന് വിളിച്ചോണ്ട് പോയി. അവിടെ ഞാൻ പറഞ്ഞതുപോലെ അതേ രീതിയിൽ ആ സിലബസിൽ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പഠനം മുഴുവൻ നടത്തി ചുരുക്കി പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ ഒരുപാട് ശ്രമങ്ങൾ ചെയ്തിരുന്നു. എൻ്റെ അടുത്തുണ്ടായിരുന്നു മുറ്റാലിമീങ്ങള്. നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ബാക്കിയാത്ത സാലയാത്തിലേക്ക് ഒരു കുട്ടീനെ അയക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം ചെയ്തിരുന്നു. ആരും നമ്മൾ പോയാൽ കിട്ടില്ല, നമ്മൾ പോയാൽ പഠിക്കില്ല എന്ന് അതുകൊണ്ട് അത് വേറെ എന്തെങ്കിലും പോയി കളയും. ഇബ്രാഹിം എന്നോട് പറഞ്ഞ് പിന്നെ എൻ്റെ കിതാബുകളൊക്കെ കാണുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ ഇന്നത്തെ ഉദവിയും ഉണ്ടായിരുന്നു. കിതാബുകൾ ഓതാൻ പറഞ്ഞാൽ കറക്റ്റാണ് എല്ലാം ഓരോന്നും പറ്റും. അവസാനം ഇതുവരെ റമദാന്റെ ഒഴിവിന് ഞാൻ വീട്ടിൽ പോയപ്പോഴേ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരും. 2 മാസം പൂർണ്ണമായി വീട്ടിൽ നിന്ന് കിതാബെല്ലാം ബാക്കിയാത്തേക്ക് പോണ്ട എല്ലാ കിതാബും ഓതി പഠിച്ചു. അദ്ദേഹം ബാക്കിയാത്ത സാരത്തിൽ ചെന്നു. മുത്തവൽ തഹസീൽ അദ്ദേഹം മുത്തവൽ ക്ലാസ്സിൽ അദ്ദേഹത്തിന് പ്രവേശിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ ആദ്യമായിട്ട് ബാക്കിയാത്തേക്ക് പോകുന്ന കുട്ടിയും അവിടെ തന്നെ മുത്തവൽ, അവിടുത്തെ ഫൈനൽ ക്ലാസ്സാണ് മുത്തവൽ. അത് കരസ്ഥമാക്കിയ ഒരാൾ കുട്ടികളെ കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദന്മാർക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. ഹാദർ വിളിക്കുമ്പോൾ അദ്ദേഹം എല്ലാവരും ഹാദർ എന്ന് പറയുമെങ്കിൽ മൂപ്പർക്ക് ലഭ്യത്തെ പറയുള്ളൂ. ഉസ്താദിന്റെ വിളിയാണല്ലോ. ഉസ്താദിന്റെ വിളിക്ക് ഉത്തരം പറയുന്നത് ലഭ്യക്ക്. വളരെ അർത്ഥം നടന്നൊരു മനുഷ്യരാണ് അദ്ദേഹം. 2 വർഷം കഴിഞ്ഞു. പിന്നെ ബാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായി, ഒരുപാട് കാര്യങ്ങളായി. അവസാനമായി ഈ 2 അദ്ദേഹം മരണപ്പെടുന്ന ആ വർഷം ഞാൻ മക്കത്ത് എൻ്റെ ഒരു സഹോദരൻ, പത്തനംതിട്ടക്കാരനൊരു സഹോദരൻ എന്ന് പറയുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? അതിന് കാനാർ മൂസ മൗലാന മുഫത്തായി കഅബത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അന്നേ വിളിച്ചുകൊണ്ടുവന്ന് അങ്ങ് ഇമാമത്തെ നിസ്കരിച്ചു. കാനാർ മൂസ മൗലാന മരിച്ചിട്ട് കാടുകൊലയായി. മൂസ മൗലാന മരിച്ചിട്ട് മയ്യിത്ത് ജനാസ കഅബത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ഇമാമത്ത് എന്നാണ്.
ഞാനൊന്നും മുണ്ടിയില്ല. എന്താണ് എൻ്റെ ഏർപ്പാട്? ഞാനൊന്നും മുണ്ടിയില്ല എന്താണെന്ന്. ഞാനതിനെ പറ്റി കുറേ ഒരെത്തുപിടി കിട്ടിയില്ല. എയർപോർട്ടിൽ അടിച്ചു കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു, ഇന്നയാൾ മരിച്ചു. ഇന്നയാൾ മരിച്ചു എന്ന് പോകാൻ നേരത്തെ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചെന്ന് ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ പോയി. കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞു, പള്ളിയിൽ വന്നു, നിസ്കരിച്ചു. ഇയാൾ വലിയ പ്രവർത്തനം ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പദവിയിലേക്ക് അള്ളാഹുവിനെ അദ്ദേഹത്തെ ഉയർത്തി എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കി. കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹം മരിച്ചിട്ടില്ല. ഒരാൾ ഒരിക്കൽ എന്നോട് വന്ന് പറഞ്ഞേ, ഞാനൊരു ദിവസം കാലത്തേക്ക് ചെല്ലുമ്പോൾ കുറെ ആൾക്കാർ ഓടുന്നു. ഞാൻ നിൽക്കുന്നു, പോലീസുകാർക്കൊന്നും ഓടുകയാണോ നോക്കി. പോലീസുകാർ കണ്ടില്ല. അവസാനം നോക്കുമ്പോൾ ഉസ്താദ് വരുന്നതാണ്. ഉസ്താദിനെ കണ്ടപ്പോൾ എവിടെയോ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് വിനോദ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരെല്ലാം കൂടി അദ്ദേഹം ഒന്നിച്ച് ഉണ്ടാവില്ല. അപ്പൊ അത്രകൊണ്ട് ചെയ്യുന്നയാളും ഹസനാത്തുകൾക്ക്, അതായത് നന്മകൾക്ക് പ്രയോജനം ചെയ്യുന്ന ആളുമായിരുന്നു ഇബ്രാഹിം മുസ്ലിയാർ. ആ ഇബ്രാഹിം മുസ്ലിയാരെ കൊണ്ട് നിഞ്ചാൽ ഒരുപാട് കാര്യങ്ങൾ നാമത്തിൽ നടത്തി, ഇനിയും നടത്തുന്നു എന്നാണ് ഈ പൗരത്തിലെ സൂചന ഉള്ളത്. അള്ളാഹുത്തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അള്ളാഹുത്തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കബൂലാക്കുമാറാകട്ടെ. സാലിഹ്യങ്ങളെയും ആലിമീങ്ങളെയും സ്നേഹിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഈമാനോടുകൂടെ തമ്പുരാനെ ഞങ്ങളെല്ലാം ഈമാനോടുകൂടെ നീ മരിപ്പിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തേക്ക് കടക്കാനുള്ള ഭാഗ്യം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അല്ലാഹു പഠിച്ചവരെ ഞങ്ങളെ നീ ഭാഗ്യമാക്കണേ തമ്പുരാനെ. ദുനിയാവിൽ നാണക്കെടുത്തല്ലേ അല്ലാഹ്, ആഖിറത്തിൽ നാണക്കെടുത്തല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ അമാലുകളും ഹസ്രത്താക്കി നീ കബൂലാക്കണേ തമ്പുരാനെ. വെബ്സൈറ്റിന്റെ ദൃശ്യങ്ങൾ LCD സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. www.masimfoundation.com എന്ന പേരിൽ വെബ്സൈറ്റ് എല്ലാവർക്കും സന്ദർശിക്കാൻ കഴിയുന്നതാണ്. ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. جاهد به جهادا كبيرا إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. സൂറത്തുൽ ഇസ്രാ. അർത്ഥം പറഞ്ഞിട്ട് തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉത്തമം വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. شهر رمضان الذي أنزل القرآن هدى للناس وبيمينك إذا لارتقيات بينات صدور الذين أوتوا العلم. ആശയം എല്ലാവരും ശ്രദ്ധിക്കും. ആശയം
وما كنت تتلو من قبله من كتاب. ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിന്റെ വലതു കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. وإنه لتنزيل به الروح الأمين على قلبك بلسان. അപേക്ഷിക്കുകയാണ്. ഖുർആൻ വക്താക്കളായ സഹാബാക്കളിൽ ഖുർആൻ ഷരീഫുമായി ബന്ധപ്പെട്ട് കേൾക്കുകയും ചെയ്യുമായിരുന്നു. എങ്ങനെയുള്ള ഓതൽ? അല്ലദീന ആതൈനാഹുൽ ഖുർആൻ ഷരീഫ് സശ്രദ്ധം ശ്രവിക്കണം. അതിന്റെ ആവശ്യകത ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആൻ ആ പരിപാടി നടക്കുമ്പോഴും ആ കുട്ടി മൊബൈലിലൂടെ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിലുള്ള അനുരാഗം വിട്ടുകൊടുത്തു, ഒരു തരം അഭിനിവേശം വിട്ടുകൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ഖുർആൻ നൽകി. അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള മുഴുവൻ ഹാഫിളീങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് വളരെ സുന്ദരമായ ഖുർആനിന്റെ ഭാഗങ്ങൾ അദ്ദേഹം പാരായണം ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഖുർആന്റെ സരസ്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ആയത്തുകൾ മാത്രമാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ അത്ഭുതം ഖുർആൻ ശരീഫിന്റെ ആശയങ്ങളും ആ കുട്ടി എത്ര ചാതുരിയോടുകൂടിയും എത്രമാത്രം സുന്ദരവുമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ശ്വാസമുട്ടിന്റെയും മറ്റും ഒരു ബുദ്ധിമുട്ടൊഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഒന്നാന്തരം അവതരണമാണ് നടത്തിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ആഗ്രഹമുള്ളവർക്ക് കിട്ടും, ആഗ്രഹമില്ലാത്തവർക്ക് കിട്ടുകയില്ല. ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരളി കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടകത്തെക്കാളും വേഗതയിൽ കെട്ടഴിച്ചു കഴിഞ്ഞാൽ ആ ഒട്ടകം പോകുന്നതിനേക്കാളും വേഗതയിൽ ഖുർആൻ ശരീഫ് പോയി കളയുന്നതാണ്. ആഗ്രഹമുണ്ടോ? പെണ്ണുങ്ങൾക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ സാധിക്കും, വൃദ്ധന്മാർക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ സാധിക്കും, പാവങ്ങൾക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ സാധിക്കും. ആഗ്രഹമില്ലയോ? ഖുർആൻ ഹാഫിളായി കഴിഞ്ഞ ആളുകൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഖുർആനെ മറന്ന് നടക്കുന്നതാണ്. അതുകൊണ്ട് ഖുർആന് രണ്ട് പ്രത്യേകതയാണ്. ആഗ്രഹമുണ്ടോ? അല്ലാഹു ഖുർആൻ നൽകും. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ബുദ്ധിമുട്ടണം, നമ്മുടെ ആലിമീങ്ങളുമായി ബന്ധപ്പെടണം, അല്പാൽപ്പം നമ്മൾ പരിശ്രമിക്കണം. പിന്നെ ഒരു പ്രത്യേകതയും കൂടി മനസ്സിലാക്കി, ദുനിയാവിലെ പരിശ്രമത്തിന്റെയും ദീനിന്റെ പരിശ്രമത്തിനിടയിൽ വലിയ വ്യത്യാസമുണ്ട്. ദുനിയാവിൽ നമ്മളൊരു പരിശ്രമം നടത്തി, കച്ചവടം നടത്തി, അല്ലാഹു നാം എല്ലാവരുടെ കച്ചവടം വിജയിപ്പിക്കുമാറാകട്ടെ. വിജയിച്ചു വിജയം, നഷ്ടമായി നഷ്ടം, പരാജയം. പക്ഷെ ദീനിന്റെ കാര്യം അങ്ങനെയല്ല. ഒരു മനുഷ്യൻ ഖുർആൻ പഠനം ആരംഭിച്ചു, 5 സൂറത്തെ പഠിച്ചുള്ളൂ, അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരളി അല്ലാഹു തആല ഹാഫിളീകളുടെ കൂട്ടത്തിൽ ഹാജരാക്കുന്നതാണ്. ആരെങ്കിലും ഹിജ്റ ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു, അതിനിടയിൽ അവൻ മരിച്ചുപോയി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവൻ ഒന്നാന്തരം മുഹാജിറായി കഴിഞ്ഞു. ആരെങ്കിലും ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ സമയം തെറ്റിപ്പോയിരുന്നു. ഇമാമ് പെട്ടെന്ന് നമസ്കരിച്ച് സലാം വീട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 27 ഇരട്ടി കൂലി അല്ലാഹു അദ്ദേഹത്തിന് നൽകുന്നതാണ്. ഇതാണ് ദീൻ. അല്ലാഹു നമുക്ക് ദീനിന്റെ മഹത്വം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെ കുഞ്ഞുങ്ങളുടെയും ഈ വയ്യാത്ത ഈ ഓമന മകന്റെയും ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകും. ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും പരിശുദ്ധ ഖുർആൻ എടുക്കും, ഓരോരുത്തരും ഖുർആൻ എടുക്കും. നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഖുർആൻ വേണം സഹോദരങ്ങളെ. നമ്മുടെ സ്വന്തം പേരിൽ ഖുർആൻ ശരീഫ് വേണം. വിക്കി ഓതാൻ തുടങ്ങി, അല്പാൽപമായി ഓതാൻ തുടങ്ങി. നിങ്ങൾ 10 സൂറത്തെ പഠിച്ചുള്ളൂ, 2 വർഷം 3 വർഷത്തിനിടയിൽ നിങ്ങൾ മരിച്ചുപോയി. അല്ലാഹുവിനാണ് സത്യം, നിങ്ങൾക്ക് ഹാഫിളായിട്ട് നാളെ അല്ലാഹുവിലേക്ക് ഹാജരാകാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ മഹത്വങ്ങൾ ഒരിക്കൽ ഹജ്ജിന്റെ വേളയിൽ പറയുകയുണ്ടായി. ഒരു സഹോദരൻ മിനായിൽ വെച്ച് തന്നെ, അദ്ദേഹം നമ്മുടെ ഹജ്ജിന്റെ മാസത്തിലാണ് കഴിയുന്നത്. മഹാനായ ഉസ്താദ് ഹജ്ജിന്റെ വലിയ പ്രേമിയായിരുന്നു. ആ ഹജ്ജിന്റെ യഥാർത്ഥ സമയത്തിന് മഹാനവർ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ആ മിനായിൽ വെച്ച് അദ്ദേഹം ഈ സഹോദരൻ ചില നിയ്യത്ത് ചെയ്തു. അതിലൊന്നാണ്, എനിക്ക് ഹാഫിളാകണം. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഇവിടെയുള്ള ഒരു ആലിമുമായി ബന്ധപ്പെട്ട് താങ്കൾ എനിക്ക് കുറച്ച് സമയം ഒഴിവാക്കി തരണം. അദ്ദേഹം പറഞ്ഞു, ളുഹറിന് മുമ്പ് 1 മണിക്കൂർ ഇവരെ ഞാൻ താങ്കൾക്ക് തരാം. സഹോദരങ്ങൾ, ഇതാണ് ദീൻ.